ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇറ്റ്സ് മീ ഡിയോൺ. ഇന്ന് വന്നിരിക്കുന്നത് ഇൻഷോട്ടിൽ എങ്ങനെ ഒരു വീഡിയോ എഡിറ്റ് ചെയ്യാം, ലൈവ് ഫോഴ്സ് എഡിറ്റ് എന്നാണ് ഇതിൻ്റെ പേര്. ഫസ്റ്റ് നമ്മൾ ഈ ഇൻഷോട്ട് എന്ന ആപ്പ് എടുക്കണം. എടുത്താൽ തന്നെ ഇങ്ങനത്തെ ഒരു ഫ്രെയിമാണ് നമുക്ക് ഫസ്റ്റ് തന്നെ കാണാൻ പറ്റുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോ എന്നുള്ള ഒരു ഓപ്ഷൻ ഞെക്കണം. അതിൽ ഞെക്കിയാൽ ന്യൂ എന്നൊരു ഓപ്ഷൻ ഞെക്കാം. അത് ഞെക്കിയാൽ നമ്മുടെ ഗാലറിയിൽ നിന്ന് നമുക്ക് വീഡിയോ എടുത്ത് നമുക്ക് എഡിറ്റ് ചെയ്യാം. അതിൽ ക്ലിക്ക് ചെയ്യാം. അപ്പോൾ നമുക്കൊരു വീഡിയോ ഒരു ഫോട്ടോ നമുക്ക് ഇതിൽ കിട്ടും. അത് നമുക്ക് എടുത്തിട്ട് ഇതിന് വലുതാക്കാം കേട്ടോ. വലുതാക്കാനും പറ്റും, ചെറുതാക്കാനും പറ്റും. നമുക്ക് ഇത്രയോട് വലുതാക്കാം. എന്നിട്ട് PIP എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഓപ്ഷനാണ് ഇതിൽ കാണാൻ പറ്റുന്നത്. അത് നമുക്ക് ക്ലിക്ക് ചെയ്യാം. എന്നിട്ട് ഒരു വീഡിയോ ഒരു ഫോട്ടോയും കൂടി ഇതിൽ അപ്ലോഡ് ചെയ്യണം. അത് നമുക്ക് ഈ വീഡിയോന് ഇത്തിരി ലെങ്ത് എടുത്തിട്ടാണ് നമുക്കെല്ലാം ചെയ്യണത്. ഈ വീഡിയോ നമുക്ക് ചെറുതാക്കാനും വലുതാക്കാനും പറ്റും. സ്മോൾ ആക്കിയിട്ട് ഈ സൈഡിൽ വയ്ക്കാം കേട്ടോ. അപ്പോൾ നമുക്ക് അടുത്തത് ഇത്രയും കൂടി അങ്ങോട്ട് നീക്കിയിട്ട് ഒരു ഫോട്ടോയും കൂടി അപ്ലോഡ് ചെയ്യാം. ചെറുതാക്കിയിട്ട് ഒരു സ്റ്റൈലിന് കൊണ്ട് ചെയ്യാം കേട്ടോ. നിങ്ങൾക്ക് ഒരു ഫോട്ടോ ഇവിടെ വയ്ക്കാം. അതുകൊണ്ട് ഇത്രയും കൂടിയും ആക്കിയിട്ട് നമുക്ക് വീണ്ടും ഒരു ഓപ്ഷനും കൂടി ഉണ്ട്. അപ്പോൾ എനിക്ക് ഇത് ചെയ്യാം കേട്ടോ. ഇതും കൂടി ഇങ്ങനെ അപ്ലോഡ് ചെയ്യണം. ബാക്ക് അടിച്ച് പോകാൻ പാടില്ല കേട്ടോ. ബാക്ക് അടിച്ച് എല്ലാം പോകും കേസ്. അതാണ് നമുക്കൊരു പ്രശ്നമില്ലിട്ടുള്ളത്. അപ്പോൾ ഇത്രയും കൂടി ബാക്ക് ആയിട്ട് 4 ഫോട്ടോ ആണ് ഇതിൻ്റെ മിനിമം ഉള്ളത്. നമ്മൾ ഇന്നലെ ദുബായി പോകുമ്പോൾ എടുത്ത ഫോട്ടോയാണിത്. നമുക്ക് വീണ്ടും അങ്ങനെ ആക്കിയിട്ട് വെക്കാം കേട്ടോ. എന്നിട്ട് നമുക്ക് ആക്കിയിട്ട് ആനിമേഷൻ എന്നുള്ള ഒരു ഐക്കൺ കാണും. അത് ഞെക്കാം കേട്ടോ. ആനിമേഷൻ ഇവിടെ ഉണ്ട്. അപ്പോൾ നമുക്ക് എടുത്തിട്ട് ഏത് വേണമെങ്കിലും ഫിൽറ്റർ വയ്ക്കാം കേട്ടോ. ഇപ്പം നമ്മൾ ഈ ഫിൽറ്ററാണ് വയ്ക്കുന്നത്. ഫസ്റ്റ് തന്നെ ഈ ഫിൽറ്റർ ഇങ്ങനെ വരട്ടോ, കണ്ടോ. സെക്കൻഡ് നമുക്ക് PIP എന്ന് പറഞ്ഞിട്ടുള്ള ആ ആപ്പ് തന്നെ നമുക്ക് എടുക്കണം. എടുത്തിട്ട് ഇത് വീഡിയോ സെലക്ട് ചെയ്തിട്ട് ഈ വര കറക്റ്റ് ഇവിടെ കൊണ്ടുവയ്ക്കിട്ട് ആനിമേഷൻ എന്നുള്ള സെറ്റ് വെച്ചിട്ട് ഇത് വയ്ക്കാം കേട്ടോ. ഇതെടുത്തിട്ട് ഇങ്ങനെ വെച്ചിട്ട് ആനിമേഷൻ എന്നുള്ളൊരു സാധനം ഇവിടെയും വയ്ക്കുക. എന്നിട്ട് ഇതെടുത്തിട്ട് ഇവിടെ ഇങ്ങനെ വെച്ചിട്ട് ഇതുപോലത്തെ ഒരു സാധനം കൂടി വയ്ക്കാം. എന്നിട്ട് ഇവിടെ ക്ലിക്ക് ചെയ്തിട്ട് ഇങ്ങനെ ചെയ്താൽ കേട്ടോ. ഇതുപോലെ ചെയ്യാം. നമുക്കിപ്പോൾ അടിപൊളിയായി സെറ്റ് ആയിട്ടുണ്ട്. നമുക്കൊന്ന് ചെയ്ത് നോക്കാം കേട്ടോ. കണ്ടോ, ഇങ്ങനെയാണ് ചെയ്യുന്നത്. നമുക്ക് ഡിലീറ്റ് ചെയ്യണമെങ്കിൽ ഡിലീറ്റ് ചെയ്യാം. ഡ്യൂറേഷൻ ടൈം ആണെങ്കിൽ ഇത്രയും സെറ്റ് ചെയ്താൽ മതി. വേണമെങ്കിൽ നമുക്ക് മ്യൂസിക് വോളിയം കുറയ്ക്കാനും കൂട്ടാനും പറ്റും. എന്നിട്ട് നമുക്ക് വേണമെങ്കിൽ മ്യൂസിക് ആഡ് ചെയ്യാനും പറ്റും. നമ്മൾ റെക്കോർഡ് ചെയ്ത മ്യൂസിക് മാത്രവും പിന്നെ എഫക്റ്റും നമുക്കുള്ള മ്യൂസിക്കിൽ കുറച്ച് മ്യൂസിക് ഉണ്ട്. അത് നമുക്ക് അപ്ലോഡ് ചെയ്യാം. ഇതാണ് നമുക്ക് അപ്ലോഡ് ചെയ്യേണ്ട മ്യൂസിക്. നമുക്ക് ആദ്യം തന്നെ ഇത് ഡൗൺലോഡ് ചെയ്യണം. എന്നിട്ട് ഇത് യൂസ് ചെയ്യണം. അപ്പോൾ യൂസ് ചെയ്യുമ്പോൾ നമുക്ക് ഇങ്ങനെ വരും. ഇങ്ങനെ എന്നിട്ട് നമുക്ക് ക്ലിക്ക് അടിക്കുക. എന്നിട്ട് സേവ് അടിക്കുക കേട്ടോ. സേവ് അടിച്ച് ലോഡ് ആവണം വരെ നമുക്ക് കാത്തിരിക്കണം. അപ്പോൾ നമ്മളുടെ വീഡിയോ ഇവിടെ ക്ലിക്ക് ആവുന്നിട്ട് നമുക്കൊന്ന് കാണാം കേട്ടോ. കണ്ടോ, നമ്മുടെ വീഡിയോ എന്ത് രസമായിട്ടാണ് വന്നിരിക്കുന്നത്. അതുപോലെ നമുക്ക് ചെയ്യാം കേട്ടോ. ഇതിൽ സംശയങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻ്റ് അടിക്കുക, അല്ലെങ്കിൽ ചോദിക്കുക. അതിൽ ഞാൻ റിപ്ലൈ തരും. അപ്പോൾ ഓക്കെ, ബൈ.